ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വധിക്കുമെന്നും തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല ആക്രമിച്ചുകൊണ്ട് നശിപ്പിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് യമന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കറുത്ത ദിവസത്തിൻ്റെ പുകപടലങ്ങളാണ് അശാന്തമായ രീതിയിൽ ഇനി ഈ ഇസ്രായേലിൽ കാണാനിരിക്കുന്നത് എന്നാണ് യമന്റെ ഭീഷണി. ഇതോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഏത് നിമിഷവും അക്രമം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ സുരക്ഷാ മേഖലയിലേക്ക് ഓടി ഒളിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കണമെന്നും എല്ലാ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ ജനങ്ങളോട് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ചെയ്തിരിക്കുന്ന മണ്ടത്തരമായിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തുകളും ദുരിതവും അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളാണ് എന്നുള്ളതും ഇത്ര ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കുകയും രാജിവെച്ച് ഒയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭകാരികളും സമരാനുകൂലികളും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു ചെയ്യുന്നത് മുഴുവൻ മണ്ടത്തരം, ഇറാൻ ആക്രമിച്ച മണ്ടത്തരം, യമൻ ആക്രമിച്ച മണ്ടത്തരം, ഗസയ്ക്ക് നേരെ അനാവശ്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നു, അത് മണ്ടത്തരം. സമാധാനപരമായി ഈ പ്രശ്നങ്ങൾ തീർക്കാനുള്ള എല്ലാ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതൊന്നും അംഗീകരിക്കാത്ത രീതിയിൽ ഏകാധിപതിയോടുകൂടിയുള്ള ഒരു യുദ്ധം ചെയ്യുന്ന പ്രവർത്തനം ഭാവി വലിയ മുറിപ്പാട് രാജ്യത്തിനുണ്ടാക്കും എന്നുള്ളതാണ് അവരുടെ ഈ പ്രതിഷേധക്കാരുടെ അഭിപ്രായം. യമൻ വളരെ കൃത്യവും വളരെ വ്യക്തവുമായ രീതിയിൽ നിലപാടുകൾ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. ഇസ്രായേലിനെ തകർക്കാൻ പാകത്തിലുള്ള എല്ലാ സംവിധാനവും ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. അവർ ഏത് തരത്തിലുള്ള പ്രതിരോധ സംവിധാനം ദുബായിൽ നിന്നോ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നോ കൊണ്ടുവന്നതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിനെല്ലാം തകർക്കാൻ പാകത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വ്യൂഹം തന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഞങ്ങളിൽ അത് സുരക്ഷിതമാണ്. പല ഘട്ടത്തിലും പല രൂപത്തിലും അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കത് സാധിച്ചിട്ടില്ല. അവരാണ് പരാജയപ്പെട്ടത്, അവരാണ് തോൽവി സമ്മതിക്കേണ്ടി വന്നത്. ഇങ്ങനെ പോകുന്നു. അതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊക്കെ യമൻ പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും എയർപോർട്ടും ഈ സീപോർട്ടും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ കവചം ഒരുക്കാനും ജനങ്ങൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ചില ആളുകളൊക്കെ രാജ്യം വിട്ടു പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാര്യം ഒരിക്കലും സുരക്ഷിതമല്ലാത്തൊരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയിട്ട് 1.25 വർഷമായിട്ട് ഇതുവരെ നിസ്സാരമായിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കുറേ ആളുകളെ കൊലപ്പെടുത്തിയത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നില്ല. നിരന്തരം വിഷയത്തിലേക്കും പ്രശ്നത്തിലേക്കും രാജ്യം എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിൽ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുമാണ്. ഈ ഒരു പ്രവർത്തനം തങ്ങൾ അങ്ങനെ ഒരുപാട് അംഗീകരിക്കുകയില്ല. ഇത് തങ്ങൾക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് ജൂത റബ്ബിമാർ പോലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്തിയിട്ട് ഹമാസ് ഇല്ലാതാവാത്ത പോലെ, ഇറാൻ്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ട് ഇറാൻ ഇല്ലാതാകാത്ത പോലെ, യമൻ്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയാൽ യമൻ ഇല്ലാതാകും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിനൊക്കെ അതിജീവിക്കാൻ പാകത്തിലുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും നിലവിൽ യമൻ്റെ കൈവശത്തിലുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി നല്ലൊരു പ്രഭാതം പ്രതീക്ഷിക്കേണ്ടതില്ല. ഏത് സമയത്തും അവർക്ക് നേരെ ഞങ്ങൾ വിഷപ്പുക എറിയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അവരിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരിക്കുന്ന ഒരു അക്രമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ യമന് നേരെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് ഫലസ്തീൻ്റെ മേലെ പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് പ്രയോഗിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് യമൻ ചോദിച്ചത്. പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും ഫലസ്തീനുകളായിരിക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ മേലെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ഒരു രാജ്യമാണ്. ഞങ്ങൾ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചതിനെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് അധികാരം, എന്ത് അവകാശം ഈ കാര്യം പറയാൻ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും വളരെ സങ്കീർണമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർവ്വ മേഖലയിലും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ്. പ്രോക്സി വിഭാഗത്തെ ഏറെക്കുറെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഏറെക്കുറെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂട്ട ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അമേരിക്ക പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം ഇസ്രായേലിന് പിന്തുണ നൽകുന്നു അത്രത്തോളം അറബ് രാജ്യങ്ങളും മറ്റുള്ള മൂന്നാം ലോക രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് അകന്നു പോകുന്നു. ഇത് അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഭാവിയിൽ അമേരിക്കയുടേതായിരിക്കുന്ന ഒരു നിലപാടുകളും നയങ്ങളും ഉറക്കെ വിളിച്ചു പറയുന്ന സമയത്ത് പിന്തുണ തേടി പിന്നോട്ട് തിരിയുമ്പോൾ ആരും പിന്തുണക്കാനില്ലാത്ത സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലൊക്കെ അമേരിക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിനെ പിന്തുണച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്കും അതിൻ്റെ മാനസികമായിരിക്കുന്ന പ്രയാസമുണ്ട്. യുദ്ധവിരാമവും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന
പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും അമേരിക്ക തന്നെയാണ്. ഇവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതായിരുന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസത്തിലേക്ക് അല്ലെങ്കിൽ നാളുകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയാവുന്നതാണ്. ഏത് തരത്തിൽ എങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഭയപ്പാട് ഇസ്രായേലിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.